ചർച്ചയിലേക്ക് ശ്രീ വി മുരളീധരൻ, ഇതിനെ ഒരു രാഷ്ട്രീയ സമരമാക്കി മാറ്റാൻ BJP ആലോചിക്കുന്നു. BJP അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. യഥാർത്ഥത്തിൽ ഇത് ആ ക്യാമ്പസിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമാണ്, ആ ക്യാമ്പസിൻ്റെ മാത്രം ഒരു സമരമാണ് എന്നാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വച്ച വാദം. അങ്ങനെയാണോ സംഭവിക്കുന്നത്? ഇതൊരു രാഷ്ട്രീയ സമരമാക്കാനുള്ള യാതൊരു ഉദ്ദേശവും ഞങ്ങൾക്കില്ല. പക്ഷേ അതേ സമയത്ത് ഈ നാട്ടിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ കാലത്തും എടുത്തിട്ടുള്ളൊരു സമീപനമാണ്. വിദ്യാഭ്യാസ പ്രശ്നങ്ങളിലും വിദ്യാർത്ഥി സമരങ്ങളിലും കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ എല്ലാ കാലങ്ങളിലും എടുക്കാറുണ്ട്. ഇവിടെ സംഭവിച്ചത് നിലപാടെടുക്കുന്നതിനപ്പുറത്തേക്ക് പോകാനുള്ളൊരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം കേരളത്തിൽ മറ്റൊരു സ്ഥാപനത്തിലും ഇല്ലാത്ത തരത്തിലുള്ള സാഹചര്യം ഇവിടെയുണ്ട്. കാരണം കേരളത്തിൽ ഒരു സ്ഥലത്തും ഒരു കോളേജിൻ്റെ അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് അറിയാത്തൊരു സാഹചര്യമില്ല. ഒരു കോളേജിൻ്റെ സ്ഥാപിച്ച കോളേജ്, അതായത് ഈ ലോ അക്കാഡമി സ്ഥാപിക്കുന്നത് 1968 അന്നത്തെ നിയമസഭയിൽ അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ MN ഗോവിന്ദൻ നായർ പറഞ്ഞതനുസരിച്ച് ഗവർണർ ചീഫ് പാട്രനും മുഖ്യമന്ത്രി പാട്രനും വിദ്യാഭ്യാസ മന്ത്രിയും റവന്യൂ മന്ത്രിയും 3 ഹൈക്കോടതി ജഡ്ജിമാരും അംഗങ്ങളായിട്ടുള്ള ഒരു ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലാണ്. ഇതൊരു വ്യക്തിയുടേതല്ല എന്ന് MN ഗോവിന്ദൻ നായർ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതൊരു പൊതുസ്ഥാപനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിലായിട്ട് ഈ പൊതുസ്ഥാപനം ഒരു സ്വകാര്യ വ്യക്തിയുടെ അധീനതയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ വ്യക്തി എന്തുകൊണ്ട് അത് സ്വന്തം അധീനതയിൽ വെച്ച് കൊണ്ടു നടക്കാൻ സാധിക്കുന്നു എന്ന് പരിശോധിച്ചാൽ അതിൻ്റെ കാരണം രാഷ്ട്രീയമാണ്. അതിൻ്റെ കാരണം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഈ വ്യക്തിക്ക് നൽകിയിട്ടുള്ള പിന്തുണ, അതിൽ ഏറ്റവും കൂടുതൽ മാർക്സിസ്റ്റ് പാർട്ടി നൽകിയിട്ടുള്ള പിന്തുണ, ആ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം അദ്ദേഹത്തിന് മറ്റൊരു തരത്തിലുള്ള ഇടപെടലുകളുമില്ലാതെ നാട്ടിലെ നിയമങ്ങളൊന്നും അംഗീകരിക്കാതെ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അതിനെതിരായിട്ടുള്ള പോരാട്ടം ഇപ്പോൾ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തെ 15 ദിവസമായിട്ട് കേരളത്തിലെ സർക്കാർ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിലാണ് ഞങ്ങളവിടെ പോവുകയും അതിനെ തുടർന്ന് പ്രത്യക്ഷ സമരത്തിലേക്ക്, ആ പ്രത്യക്ഷ സമരം നടത്തുമ്പോഴും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. വിദ്യാർത്ഥികളുടെ സമരം സർക്കാർ ഇടപെട്ട് മുൻകൈയെടുത്ത് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ആ സമരം അവസാനിപ്പിച്ച് വിദ്യാർത്ഥികൾ പിന്മാറിയാൽ ഞങ്ങൾ ആ സമരത്തിൽ ഇവിടെ ഈ രൂപത്തിൽ തുടരില്ല. അവിടുത്തെ ഭൂമിയുടെ പ്രശ്നവും അഫിലിയേഷന്റെ പ്രശ്നവും ഞങ്ങൾ തുടർന്നും ഉന്നയിച്ചുകൊണ്ടിരിക്കും. ആ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാഷ്ട്രീയ സമരം നടത്തും. തീർച്ചയായും തിരിച്ചു വരാം. ദയവായി തുടരാം. ശ്രീ ജെയ്ക്സി തോമസ്, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ, ശ്രീ വി മുരളീധരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ 2 തലങ്ങളുണ്ട് ഈ പ്രശ്നത്തിൽ. ഒന്ന്, ഈ ആരോപിക്കപ്പെട്ട ഇതിൻ്റെ ഭൂമിയുമായിട്ടുള്ള ഇടപാട്, ഇതിൻ്റെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഗ്രാൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾ. മറ്റൊന്ന്, ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന 13 ആവശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന ആവശ്യങ്ങൾ. ഈ 2 പ്രശ്നങ്ങളും പക്ഷേ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ്. ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും തീർച്ചയായും മറ്റ് പ്രശ്നങ്ങളും അവിടെ ഉയർന്നു വരിക. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഒരു തരത്തിലും ബന്ധപ്പെടേണ്ടതില്ല എന്ന് സർക്കാരും ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയും ഒക്കെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആശാസ്യമാണോ? അത്തരത്തിലൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് എനിക്കിതുവരെ അറിവില്ല. ഇവിടെ വളരെ വ്യത്യസ്തമായ നിലയിൽ ഇപ്പോൾ നമുക്കറിയാം, സ്വാശ്രയ കോളേജുകളിൽ ജിഷ്ണുവിൻ്റെ എന്ന് പറയുന്ന പ്രതിപാദനനായ വിദ്യാർത്ഥിയുടെ രക്തസാക്ഷിത്വത്തോളം എത്തുന്ന ആത്മഹത്യയെ തുടർന്ന് നമ്മുടെ നാട്ടിൽ ആകെയെമ്പാടും വലിയൊരു സമര വസന്തം ഉയർന്നു വരികയായിരുന്നു. സ്വാശ്രയ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി വിമൽജ്യോതി കോളേജ്, മറ്റക്കരയിലെ ടോംസ് എഞ്ചിനീയറിംഗ് കോളേജ്, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജ്, ഇവിടെയൊക്കെ വിദ്യാർത്ഥികൾ വലിയ രൂപത്തിൽ അവരുടെ വിഷമതകൾ പുറത്തു പറയാൻ വേണ്ടി തൻ്റെ ഇടം കാണിക്കുകയും അവിടെയൊക്കെ വിദ്യാർത്ഥി സംഘടനകളുടെ ആർജവമുള്ള ഇടപെടൽ നടക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് ലോ അക്കാഡമിയിലെ വിഷയം നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ലോ അക്കാഡമിയിൽ നടന്നത് എന്താണ്? അവിടെ ഇന്റേണൽ അസസ്മെൻറ്റ് അസാസിനേഷനായി രൂപാന്തരപ്പെടുത്തും. അതേപോലെ തന്നെ CCTV ക്യാമറകൾ ജനാധിപത്യവിരുദ്ധമായ രീതിയിൽ വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് പോലും നീണ്ടു ചെല്ലുകയും അവിടെ വിദ്യാർത്ഥികളുടെ എല്ലാ ജനാധിപത്യ വിരുദ്ധ പൊതുവിടങ്ങളിലേക്കും
അതിനെ ഒപ്പിയെടുത്തുകൊണ്ട് CCTV ക്യാമറകളുടെ ഉപയോഗം നടത്തുകയാണ്. ഇങ്ങനെ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷയങ്ങളിലേക്ക് ലോ അക്കാഡമിയുടെ വിഷയങ്ങൾ നമ്മുടെ നാട്ടിലെ ജനകീയ സമരമായി വളർന്നു വരികയായിരുന്നു ചെയ്തത്. ഈ സമരത്തിൽ പല ഘട്ടത്തിലും ഞങ്ങൾക്ക് മാതൃഭൂമിയുടെ വലിയ ആക്ഷേപം ചുരിയാൻ വേണ്ടിയിട്ടുള്ളത് പ്രമുഖ മാധ്യമ സ്ഥാപനമൊന്നും ഞങ്ങൾ വിളിച്ച് പറയാൻ തയ്യാറില്ല. മാതൃഭൂമിയായിരുന്നു ആദ്യം ഈ നാടിനോട് വിളിച്ച് പറഞ്ഞത് CPIMന്റെ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ ജില്ലാ നേതൃത്വം SFI നേതൃത്വത്തോട് സമരം അവസാനിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഈ മുദ്രാവാക്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. യോഗം വരെ കൂടി എന്ന നിലയ്ക്കാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് പല മാധ്യമങ്ങളും അത് ഏറ്റെടുക്കേണ്ട സ്ഥിതി ഉണ്ടായി. ഞങ്ങൾ അസന്നിഗ്ധമായ ആ സമയം മുതൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്, അത് പ്രിൻസിപ്പലിന്റെ രാജി എന്ന ആവശ്യത്തിൽ നിന്ന് എന്ന് മാത്രമാണ്. അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഈ മാതൃഭൂമിയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നിരുന്ന് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഒരു സംശയവും വേണ്ട, ഞങ്ങൾ അസന്നിഗ്ധമായി ആദ്യം മുന്നോട്ടേക്ക് വെക്കുന്ന മുദ്രാവാക്യം ഇപ്പോഴും ഈ ലോ അക്കാഡമിയുടെ വലിയ പാരമ്പര്യം, ലെഗസി, അതിനൊക്കെ ഘടകവിരുദ്ധമായി ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള മുഴുവൻ കൂട്ടക്കുഴപ്പങ്ങളുടെയും കാലക്രമം പരിശോധിച്ചാൽ അവിടുത്തെ പ്രിൻസിപ്പളിന്റെ സ്ഥാനാരോഹണത്തിന് ശേഷമാണെന്ന് കാണാൻ വേണ്ടി കഴിയും. ഈ കൂട്ടക്കുഴപ്പങ്ങൾ മാറണമെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പൾ ആ സ്ഥാനത്ത് നിന്ന് മാറിയേ തീരൂ. അങ്ങനെയാണെങ്കിൽ ഈ 13 ആവശ്യങ്ങളിൽ പ്രിൻസിപ്പൽ മാറണം എന്ന ഒരു ആവശ്യം ഉൾപ്പെട്ടിട്ടുണ്ടോ? 100% SFIയുടെ ആദ്യത്തെയും പരമവും പ്രധാനവുമായ മുദ്രാവാക്യം ഈ കൂട്ടക്കുഴപ്പങ്ങളുടെ അടിസ്ഥാന കാരണങ്ങളൊന്നായില്ല, അവിടുത്തെ പ്രിൻസിപ്പൽ ആ സ്ഥാനത്ത് നിന്ന് പൂർണ്ണമായി മാറണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഒരു സംശയം വേണ്ട, ആ മുദ്രാവാക്യം ഉയർത്തി തന്നെയായിരുന്നു ഞങ്ങൾ. ആ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരത്തിലേക്ക് തീർച്ചയായും വരാം. നമുക്ക് ഈ ഒരു വിഷയമുണ്ടല്ലോ, നിലവിലെ സാഹചര്യം ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് സർക്കാരിന്റെ ഇടപെടൽ, ഉപസമിതിയുടെ കണ്ടെത്തൽ, ഇത്തരം വിഷയങ്ങളിൽ പ്രധാനമായി നിൽക്കേണ്ടതുകൊണ്ടാണ്. തീർച്ചയായും ജയ്ക്കിന് അത് വിശദീകരിക്കാനുള്ള അവസരം തരാം, അതിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് വരികയും ചെയ്യാം. ജയ്ക്ക് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഈ പ്രിൻസിപ്പൽ തന്നെ വളരെ വാചാലയായി ഈ പ്രശ്നങ്ങളെക്കുറിച്ച് മുഴുവൻ പ്രിൻസിപ്പൽ സംസാരിച്ചത് കേട്ടു. ഈ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഒരൊറ്റ വിഷയത്തിലും എള്ളിട ചലിക്കാൻ ഈ പ്രിൻസിപ്പൽ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ വാചകങ്ങൾ. ആ ഒരു ഘട്ടത്തിൽ ഈ സർക്കാർ ഒരു തരത്തിലും ഇടപെടേണ്ടതില്ല എന്നോ അല്ലെങ്കിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ CPM ഇതിൽ ഇടപെടേണ്ടതില്ല എന്നോ ഒക്കെയുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? CPIM ഇടപെടണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ചും CPIMന്റെ നിലപാടിനെ സംബന്ധിച്ചും പറയേണ്ടത് ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും വ്യക്താക്കളുമാണ്. അതിനെ സംബന്ധിച്ച് നിലപാട് പറയുക എൻ്റെ ഉത്തരവാദിത്തമല്ല. ഞാൻ അവിടെ ഒന്നാമത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടന പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പിന്നെ സർക്കാരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങൾ സർക്കാരുമായി ചർച്ച നടത്തിയ വിദ്യാർത്ഥി സംഘടനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയാണ് SFI. ഞങ്ങൾക്ക് ആ ചർച്ചയിൽ വളരെ പൂർണ്ണമായി തൃപ്തിയുണ്ടായിരുന്നു. വളരെ ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഈ സർക്കാരിൽ ഇപ്പോഴുമുണ്ട്, ഒരു തർക്കവും വേണ്ട. കാരണം ഇവിടെ ABVP എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഒഴികെ ആ ചർച്ചയിൽ MSFും KSUവും പെൺകുട്ടികളുടെ മാത്രമായി സമരം ചെയ്യുന്ന ആ വിദ്യാർത്ഥികളുടെ വിഭാഗത്തിലെ 2 പെൺകുട്ടികളും ഒക്കെ ആ ചർച്ചയുടെ ആദ്യ അവസാനം മുഴുവൻ ഇരുന്ന് വിദ്യാഭ്യാസ മന്ത്രിയുമായി സംവദിച്ചതാണ്. വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികൾ സർക്കാരിനോട് ഉന്നയിച്ച മുഴുവൻ വിഷയങ്ങളിലും ക്രിയാത്മകമായി പ്രതികരിക്കുകയും വിദ്യാർത്ഥികളുടെ പരാതികളോട് നീതിപൂർവമായ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എത്രയും വേഗം ഉണ്ടാകുകയും ചെയ്യുമെന്ന ഉറപ്പാണ് ആ ചർച്ചയിൽ ഉണ്ടായിരുന്നത്. പ്രിൻസിപ്പളിനെ നീക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു കാലപരിധി നിശ്ചിത അവസ്ഥയിൽ പറയാൻ വേണ്ടി മാത്രം ആ ചർച്ചയിൽ കഴിഞ്ഞിരുന്നില്ല. അതിലാണ് അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് നീതിപൂർവമായ തീരുമാനം ഉണ്ടാകുന്നതും വരെ സമരം ശക്തമായി തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ വെളിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസം നശിച്ചിട്ടില്ല, സർക്കാരിൽ സമ്പൂർണ്ണമായി വിശ്വാസമുണ്ട്. സർക്കാർ ക്രിയാത്മകമായി തന്നെയാണ് ഇടപെടുന്നതാണ് ഞങ്ങൾ കരുതുന്നത്. സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട് ഏതാണ്ട് 80-ലധികം കുട്ടികളെ വിസ്തരിച്ചു കഴിഞ്ഞു, 180-ലധികം കുട്ടികളുടെ പരാതികൾ എഴുതി വാങ്ങി കഴിഞ്ഞു. അത്രയും തന്നെ കുട്ടികളെ ഇനിയും വിസ്തരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവർ നിൽക്കുന്നു. ഇത്ര ബൃഹത്തായ ഒരു അന്വേഷണ പ്രക്രിയയിലേക്കാണ് സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് കടന്നു ചെയ്യുന്നത്. ഞങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ പരാതികളോട് നീതി പുലർത്തുന്ന നടപടി സർവകലാശാല ജയിക്കിലേക്ക് തിരിച്ചു വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ കണ്ടെത്തലിൽ വളരെ കൃത്യമായി ഈ നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, എണ്ണി പറയുന്നുണ്ട്. കാര്യങ്ങൾ ശരിയാണ്, പക്ഷേ ഒരു ശുപാർശ ഇല്ലാതെയാണ് അത് സിൻഡിക്കേറ്റിന് മുന്നിലേക്ക് വരുന്നത്. ഒരു ശുപാർശ വേണ്ട എന്ന നിലപാടുണ്ടാവുന്നത് ഈ സിൻഡിക്കേറ്റ് ഉപസമിതിയിൽ തന്നെ അഭിപ്രായ ഭിന്നത ഉണ്ടായതുകൊണ്ടാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സിൻഡിക്കേറ്റിന് മുന്നിൽ വന്ന് എന്ത് തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ കഴിയും? ഇല്ല ഹർഷൻ, ഇതിനകത്ത് ജയ്ക്ക് പറഞ്ഞതും ശ്രീ വി മുരളീധരൻ പറഞ്ഞതും ഒക്കെ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ട്. ഇവിടെ ഈ വിഷയം, ഈ സമരവുമായി ബന്ധപ്പെട്ട് ലോ അക്കാഡമി കോളേജിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് 2 പാർട്ടാണുള്ളത്. ഒന്ന്, കുട്ടികൾ മുന്നോട്ട് വെച്ച അവരുടെ ഗ്രീവൻസ്, അത് പരിശോധിക്കാനും പരിഹരിക്കാനുമാണ് സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ ഉപസമിതിയെ വെച്ചത്. അതുപോലെ സർക്കാർ, ഞാൻ പ്രത്യേകം പറയുന്നു, സർക്കാർ മന്ത്രി തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പരാതിയുടെ മുകളിൽ പ്രതിപക്ഷ നേതാവ് കൊടുത്ത കത്തിൻ്റെ പുറത്ത് മന്ത്രി തന്നെ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിയോട് റിപ്പോർട്ട് ചോദിച്ചിരുന്നു. ആ റിപ്പോർട്ട് കിട്ടി.
ഞാനിപ്പോൾ ഒരിക്കൽ പോലും ഈ പിന്നെ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഇന്നലെ വരെ ചോദ്യം ചെയ്തിരുന്നില്ല. പക്ഷേ എനിക്കൊരു ചെറിയ സംശയം, ഈ സർക്കാരിൻ്റെ ആദ്യം പറഞ്ഞു അവിടെ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റാത്തതെന്ന്. യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു. മന്ത്രി ഒരു ദിവസം ഈ കുട്ടികളെ വിളിച്ച് ചർച്ച ചെയ്തതല്ലാതെ മന്ത്രി ഈ റിപ്പോർട്ടിന് മേളിൽ എന്ത് നടപടി, ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ടിന് എന്ത് നടപടി സ്വീകരിച്ചു? ഈ കുട്ടികളുമായി ചർച്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. എന്തിനാണ് സിൻഡിക്കേറ്റിൻ്റെ ഉപസമിതിയുടെ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞത്? സിൻഡിക്കേറ്റ് ഒരു ഓട്ടോണമസ് ബോഡിയാണ്. സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യേണ്ടതാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യും. സിൻഡിക്കേറ്റിൻ്റെ റിപ്പോർട്ട് കമ്പൽസറിയായി സർക്കാരിന് കൊടുക്കണമെന്ന് പറയാൻ മന്ത്രിക്കും അവകാശമില്ല എന്നുള്ളതാണ് വസ്തുത. അതങ്ങനെ ആയിരിക്കെ മന്ത്രി ഇതിനകത്തൊരു തുടർ പ്രക്രിയയുടെ ആകുന്നില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അതിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. 1. 2, ഈ കുട്ടികളുടെ സമരം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ ലാൻഡുമായി ബന്ധപ്പെട്ട വിഷയം. ഇപ്പോൾ ഈ സമരം വന്നതിന് ശേഷമാണ് ഈ ലാൻഡുമായും അതുപോലെ ഫ്ലാറ്റ് നിർമ്മാണവുമായും ഒക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കും, ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലാൻഡിനെ സംബന്ധിച്ച് ഇതിനകത്ത് ഈ ലാൻഡ് 12 ഏക്കർ സ്ഥലം അനർഹമായി ഈ സർക്കാർ ഈ മാനേജ്മെൻറ്റ് കൈവശം വെച്ചിരിക്കുന്നു. 1968 കൊടുത്തതാണ്. 68 പാട്ടത്തിന് കൊടുത്തെങ്കിൽ അന്ന് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് പതിച്ചു കിട്ടിയിരിക്കുന്നു. ആ വിഷയത്തിൽ എന്ത് അന്വേഷണം ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ഒന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിലപാടുണ്ടായിട്ടില്ല. ഈ പറഞ്ഞ 13 ആവശ്യങ്ങൾ കേട്ടു, ആ ആവശ്യങ്ങളുടെ തുടർച്ചയിലേക്ക് മാത്രമാണ് പോകുന്നത്. പക്ഷേ ഞാനൊരു കാര്യം കൂടി ഞാൻ ഇതിലേക്ക് തരാം. ഭൂമിയുടെ വിഷയത്തിലേക്ക് നമുക്ക് വരേണ്ടതുമുണ്ട്. ഈ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയെടുക്കാൻ സിൻഡിക്കേറ്റിന് കഴിയുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ഈ പ്രിൻസിപ്പൽ രാജിവെക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഉയർത്തിക്കാട്ടുന്നത്. ആ വിഷയത്തിലൊരു തീരുമാനം എടുക്കാൻ സിൻഡിക്കേറ്റിന് കഴിയുമോ? സത്യസന്ധമായി താങ്കൾ പറയും. സത്യസന്ധമായി പറഞ്ഞാൽ സിൻഡിക്കേറ്റിനെ സംബന്ധിച്ച് സിൻഡിക്കേറ്റിൻ്റെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ഉൾപ്പെടുന്ന ബുക്കാണിത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും അപ്പുറത്ത് നിന്നുകൊണ്ട് സിൻഡിക്കേറ്റിന് ഒരു നടപടിയും സ്വീകരിക്കുക സാധ്യമല്ല. പ്രൈവറ്റ് കോളേജുകളെ സംബന്ധിച്ച് വ്യവസ്ഥാപിതമായി ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് കോളേജിൻ്റെ പ്രിൻസിപ്പലിനെതിരെ നടപടി എടുക്കാൻ സിൻഡിക്കേറ്റിന് അധികാരമില്ലെന്ന് മാത്രമല്ല ആരോട് ശുപാർശ ചെയ്യാനും സിൻഡിക്കേറ്റിന് അധികാരമില്ല എന്നത് വസ്തുതയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് പോകാനുള്ള അവകാശം സിൻഡിക്കേറ്റിന് ഉണ്ട് താനും. ഈ പറഞ്ഞിരിക്കുന്ന ഈ കുട്ടികളുടെ ഗ്രീവൻസ് അഫിലിയേഷൻ റദ്ദാക്കുന്നത് ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ ഭാവിയെ കൂടി ആശങ്കയിലായിരിക്കും. ഒരിക്കലില്ല. അഫിലിയേഷൻ സസ്പെൻഡ് ചെയ്യുന്നതിന് അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട്, അഫിലിയേഷൻ ക്യാൻസൽ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ ഉണ്ട്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, PSC കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ അഫിലിയേഷൻ വിഡ്രോ ചെയ്തല്ലോ, ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായല്ലോ. ഈ കുട്ടികളെ സേഫ് ഗാർഡ് ചെയ്തുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക് പോകാനുള്ള പ്രൊവിഷൻ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ ഒരു ക്യാമ്പസിൽ ഒതുങ്ങുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല തൽക്കാലം ഇതിലുള്ളത്. ഈ സമരത്തിന്റെ തുടർച്ചയായി ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളെല്ലാം മുമ്പുണ്ടായിട്ടുള്ളതാണ്. 97 ഇത് സംബന്ധിച്ച് പത്ര റിപ്പോർട്ടുകൾ, അതിൻ്റെ തുടർച്ചയായി അവിടുത്തെ വിദ്യാർത്ഥികളുടെ ബദൽ സമരം, ഇതെല്ലാം ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ കൃത്യമായി അവിടെ ഒരു ഭൂമിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ഒരു അട്ടിമറി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ആ ഒപ്പമാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെ സമരവും. ഇതിനെ രണ്ടിനെയും 2 തലത്തിൽ കാണേണ്ടതുണ്ടോ, അതോ ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നടപടി വേണോ? അതിന് സർക്കാർ ഇടപെടേണ്ടതുണ്ടോ? അല്ല, 2 വിഷയങ്ങളെയും വേർതിരിച്ച് കാണാൻ കഴിയില്ല. അതിന് വേർതിരിച്ച് കാണണമെങ്കിൽ അതിനെ മാറ്റി നിർത്തുകയും ചെയ്യാം. പക്ഷേ ഇവിടെയുള്ളത് തങ്ങളുടേതായ ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ആരംഭിച്ച സമരം ഇപ്പോൾ അതിൽ നിന്ന് മാറി വളർന്ന് പൊതു താല്പര്യമുള്ള വിഷയമായി മാറിയിരിക്കുകയാണ്. അതാണ് ഭൂമിയുടെ ഇടപാട്, കോളേജിൻ്റെ അഫിലിയേഷൻ, അങ്ങനെ പല കാര്യങ്ങളും വരുമ്പോൾ അത് പൊതുസമൂഹത്തിൻ്റെ ഇടപെടൽ ആവശ്യമുള്ള അവർക്ക് കൂടി താല്പര്യമുള്ള വിഷയമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ക്യാമ്പസിൽ പ്രിൻസിപ്പലിനെതിരെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഒരു സമരം, ആ സമരത്തിൽ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന അവസ്ഥ വിട്ട് CPIM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ സജീവമായി ഗൗരവമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വരും. കാരണം ഇത് പൊതു താല്പര്യമുള്ള വിഷയമാണ്. അവിടെയാണ് VS അച്യുതാനന്ദൻ ഇന്നൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ആ നിലപാടിന് പൊതു സ്വീകാര്യത കിട്ടത്തക്ക രീതിയിൽ അതീവ ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ലോ അക്കാഡമിയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തെ ഈ ലോ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ അത് ഈ പറഞ്ഞതുപോലെ 60 വർഷമായി തുടരുന്നതാണ്. അവരുടെ ആനുകൂല്യം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറ്റിയ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ നടപടി സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ, അല്ലെങ്കിൽ ഈ സർക്കാർ തന്നെ ആ നിലയ്ക്ക് ശക്തമായ നടപടികളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, ഇവിടെ പഠിച്ചിറങ്ങിയവർ
അവർ പല നിലവാരത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. പ്രമുഖരായ അഭിഭാഷകരുണ്ട്, ജഡ്ജിമാരുണ്ട്, അങ്ങനെ പല തരത്തിൽ പല നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇവരെല്ലാം ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യമുള്ളവരാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. അതിന് സാധ്യതയുണ്ട്. തീർച്ചയായും ആ താല്പര്യം ഉണ്ട്. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 1968 ആരംഭിച്ച കോളേജ് എന്ന് പറയുമ്പോൾ അന്ന് 3 ഇയർ കോഴ്സാണല്ലോ. ആ കോളേജിൽ നിന്ന് 71 അല്ലെങ്കിൽ 72 ആദ്യത്തെ LLB ബാച്ച് പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ എറണാകുളം ലോ കോളേജിൽ നിന്ന് LLB പാസ്സാകുന്ന വർഷമാണത്. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള മുതിർന്ന അഭിഭാഷകർ, ജഡ്ജിമാർ, റിട്ടയർ ചെയ്തു പോയ ജഡ്ജിമാർ, പല തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട നേതാക്കന്മാർ, ഇന്നും നിയമസഭയിലുള്ള MLA മാർ, ഇവരെല്ലാവരും നാരായണൻ നായരുടെ ആനുകൂല്യം പറ്റിക്കൊണ്ട് അവിടെ അഡ്മിഷൻ വാങ്ങി അവിടെ നിന്ന് പാസ്സായി വന്നിട്ടുള്ളവരാണ്.